ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പോരാട്ട ഭൂമി ഒരുങ്ങിക്കഴിഞ്ഞു. കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും രാഷ്ട്രീയ പാർട്ടികൾ പ്രചരണം പൊടിപൊടിക്കുകയാണ്. ആദ്യഘട്ടം എന്ന നിലയിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കുള്ള പ്രാധാന്യം അവസാനിച്ചു. എന്നാൽ മണ്ഡലങ്ങളിൽ ഓരോ ഘട്ടത്തിലും മുന്നണികൾ വളരെ കരുതലോടെയാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിൽ തീരുമാനമെടുത്തതെന്ന് വ്യക്തമാണ്. അതിന്റെ മുഖ്യ കാരണം ജാതി മത സമവാക്യങ്ങളും വോട്ട് ബാങ്കുകളിലെ മറ്റു കണക്കുകളുമൊക്കെയാണ്. കേരളത്തിൽ ഏറ്റവും മികച്ച രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഇടമാണ് ആലപ്പുഴ. ആലപ്പുഴയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രമെടുത്താൽ ഭൂരിഭാഗം അവസരങ്ങളിലും ജാതി മത കാര്യങ്ങൾ ഒരു തരത്തിലും സ്വാധീനം ചെലുത്തിയില്ലെന്ന് മനസ്സിലാക്കാം. പൊതുവെ വടക്കേ മലബാറിലെ മണ്ഡലങ്ങളായ ഇടതുപക്ഷത്തിന് വ്യക്തമായ സ്വാധീനമുള്ള മേഖലകളായ കണ്ണൂർ, വടകര, കാസർഗോഡ് തുടങ്ങിയ ഇടങ്ങളാണ് ജാതി സമവാക്യങ്ങൾക്ക് കാര്യമായ പങ്കുവഹിക്കാൻ കഴിയാത്ത മണ്ഡലങ്ങളായി കണക്കാക്കുന്നത്. എന്നാൽ അക്കൂട്ടത്തിൽ മധ്യ കേരളത്തിൽ നിന്നുള്ള ഒരു കൂട്ടിച്ചേർക്കലാണ് ആലപ്പുഴ. ഏറ്റവും അധികം ഈഴവ വോട്ടുകളുള്ള മണ്ഡലമായിട്ട് കൂടി അത്തരത്തിലൊരു ജാതീയ നിറം തെരഞ്ഞെടുപ്പുകൾക്ക് വരാതിരിക്കാൻ ആലപ്പുഴയിലെ വോട്ടർമാർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്ന് വേണം പറയാൻ. BDJS-ന് സ്വാധീനമുള്ള മണ്ഡലമായിരുന്നു ഇതെന്ന് കൂടി ഓർക്കണം. എങ്കിലും മറ്റെല്ലാ തവണത്തെയും പോലെ കഴിഞ്ഞ തവണയും ഈ വോട്ട് ബാങ്ക് സഖ്യകക്ഷിയായ BJP-യെ തുണച്ചിരുന്നില്ല. മണ്ഡലത്തിൽ 2011 സെൻസസ് പ്രകാരമുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത് മണ്ഡലം ഒരു ഹിന്ദു ഭൂരിപക്ഷ വോട്ടുള്ള ഇടം തന്നെയാണെന്നാണ്. വോട്ടർമാരിൽ 70%-ലധികവും ഹിന്ദുക്കളാണ്. നിലവിൽ ഇവിടെ 14% മുസ്ലിം വോട്ടർമാർ ഉണ്ടെന്നും ക്രിസ്ത്യൻ വോട്ടർമാരുടെ തോത് ഏതാണ്ട് 15%-ആണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. മറ്റു വിഭാഗങ്ങൾക്ക് ഇവിടെ കാര്യമായ സ്വാധീനമില്ലെന്ന് കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കാം. ഇവിടെ ഏറ്റവും നിർണായകമാവുക ഈഴവ വോട്ടുകൾ തന്നെയാണ്. അതിൽ ഏറിയ പങ്കും ഉറപ്പിക്കുന്നത് ഇടതുപക്ഷ വോട്ടുകളാണ്. തൊഴിലാളി സംഘടനകളുടെ ആദ്യകാല സങ്കേതം എന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളോട് എന്നും മമത കാട്ടിയിട്ടുള്ള ഇടമാണ് ആലപ്പുഴ. അതിനാൽ തന്നെ ഈഴവ വോട്ടുകൾ പൊതുവെ ആ നിലയ്ക്ക് തന്നെയാവും ഇടതുപക്ഷത്തേക്ക് കേന്ദ്രീകരിക്കുന്നത് എന്ന് തന്നെ പറയാം. മുസ്ലിം വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളും മണ്ഡലത്തിന്റെ ഫലത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നുവെങ്കിലും അതിൽ പ്രകടമായ വ്യത്യാസം ഇക്കുറിയും ഉണ്ടാവാനിടയില്ല. ഇടതുമുന്നണിക്ക് വേണ്ടി ആരിഫ് തന്നെ രംഗത്തിറങ്ങുന്ന സാഹചര്യത്തിൽ മുസ്ലിം വോട്ട് പിടിക്കാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് CPM. ക്രിസ്ത്യൻ വോട്ടുകൾ കോൺഗ്രസിനാകും തുണയാവുക. BJP ഇത്തവണ ഈഴവ വോട്ടുകൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രനെ രംഗത്തിറക്കിയതെന്നും വ്യക്തം. BDJS പിന്തുണ കൂടി ഉറപ്പാക്കിയാൽ കൂടുതൽ വോട്ട് പിടിക്കാമെന്ന് BJP കരുതുന്നുണ്ട്. കഴിഞ്ഞ തവണ BJPക്ക് വേണ്ടി മത്സരിച്ച ഡോക്ടർ KS രാധാകൃഷ്ണൻ 1.25 ലക്ഷത്തോളം വോട്ടാണ് പിടിച്ചത്. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രൻ അതിലും അധികം വോട്ട് നേടുമെന്നാണ് അവർ കരുതുന്നത്. മണ്ഡലത്തിലെ മറ്റൊരു പ്രബല ശക്തികളായ നായർ വിഭാഗവും ലത്തീൻ കത്തോലിക്കക്കാരും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ KC വേണുഗോപാലിനെ തന്നെയാകും പിന്തുണയ്ക്കുക. NSSന് താല്പര്യം KCയെ തന്നെയാകും. ക്രിസ്ത്യൻ വോട്ടുകൾ ഭിന്നിച്ചാലും കോൺഗ്രസിനു തന്നെ കൂടുതൽ വോട്ട് പിടിക്കാൻ കഴിഞ്ഞേക്കും. ഇനിയെല്ലാം കാത്തിരുന്നു കാണാം.